സർ, നമ്മുടെ ശ്രീ മൂകാംബിക ക്യാൻസർ സെന്ററിൽ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള റേഡിയേഷൻ തെറാപ്പി അവൈലബിൾ ആണോ സർ? ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് മിക്കവാറും പേഷ്യൻസിന് റേഡിയേഷൻ വേണ്ടിവരും. ആധുനിക ചികിത്സയിൽ ഇപ്പം ബ്രസ്റ്റ് മുഴുവൻ മാറ്റാത്ത പേഷ്യൻസ്, അതിന് ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി ചെയ്ത പേഷ്യൻസിന് റേഡിയേഷൻ വേണം. അഡ്വാൻസ്ഡ് കേസ് എന്ന് വെച്ചാൽ T3, T4 ട്യൂമേഴ്സ് അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ സർജറി കഴിഞ്ഞാലും റേഡിയേഷൻ വേണം. പല പേഷ്യൻസിനും കക്ഷത്തിലെ കഴലുകളിൽ ഇത് ബാധിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ റേഡിയേഷൻ വേണം. അപ്പോൾ റേഡിയേഷൻ ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി റേഡിയേഷനുള്ള ആധുനിക റേഡിയേഷൻ മെഷീനായ ലീനിയർ ആക്സിലറേറ്റർ ശ്രീ മൂകാംബിക ക്യാൻസർ സെന്ററിൽ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്. അതിൽ കൂടെ പുതിയ രീതിയിലുള്ള ചികിത്സ IMRT, IGRT, റാപ്പിഡ് ആർക്ക് തെറപ്പി, 3D കൺഫർമൽ തെറാപ്പി, 2D തെറാപ്പി, ഏത് വിധത്തിലുള്ള ചികിത്സയും ഈ ഞങ്ങളുടെ ഇവിടെ മൂകാംബിക മെഡിക്കൽ കോളേജിലുള്ള റേഡിയേഷൻ മെഷീൻ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഈ റേഡിയേഷൻ ബ്രസ്റ്റ് ക്യാൻസറിന് കൊടുക്കണമെന്ന് വെച്ചാൽ ആ ഭാഗത്ത് തിരിച്ച് വരാതിരിക്കുവാനാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന വഴി പേഷ്യൻസിന് ബാക്കി ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കും. അപ്പം റേഡിയേഷൻ ചികിത്സയ്ക്ക് വേണ്ടിയ ഏറ്റവും പുതിയ മെഷീൻ, ആധുനിക മെഷീൻ, അത് കമ്പ്യൂട്ടറൈസ്ഡ് പ്ലാനിങ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ലീനിയർ ആക്സിലറേറ്റർ, ലേറ്റസ്റ്റ് ലീനിയർ ആക്സിലറേറ്റർ, അത് CT സിമുലേഷൻ ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടർ പ്ലാൻ ചെയ്തിട്ട് ഈ മെഷീനിൽ വെച്ചിട്ട് റേഡിയേഷൻ ചികിത്സ കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സിക്കാൻ പ്രധാനമായിട്ടും നമ്മൾ ലങ്സിലോട്ടോ ഹാർട്ടിലോട്ടോ റേഡിയേഷൻ ഒട്ടും കിട്ടാത്ത രീതിയിലുള്ള ചികിത്സ വേണം കൊടുക്കാനുള്ള. അപ്പോൾ അതിൻ്റെ ആധുനിക മെഷീനാണ് ഈ ഇരിക്കുന്നത്. മൂകാംബിക മെഡിക്കൽ കോളേജ് ഇതുള്ള കാരണം രോഗികൾക്ക് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കി പോകുന്നുണ്ട്.